ദൈവതിരുനാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരു ചെറിയ ചിന്ത അല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനമാണ് അല്പസമയമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം. നിങ്ങളുടെ ഇടയിൽ ഞാൻ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ്ലീഹ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ഉറച്ച ഒരു തീരുമാനമാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എന്താ പറഞ്ഞു അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തു. മാറ്റമില്ലാത്ത തീരുമാനമാണ്. മാറ്റമില്ലാത്ത തീരുമാനമാണ് യേശുവിനെക്കുറിച്ച് മാത്രം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന തീരുമാനം. അതിന് കാരണമുണ്ട്. വേറെ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തിൽ നമുക്ക് ദൈവിക നന്മകൾ ലഭിക്കാനുള്ള സാധ്യതയില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക കൃപകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തീരുമാനമാണ് നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടത്. പരിശുദ്ധ പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കുറിച്ച് തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്: ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ക്രൂശിക്കപ്പെട്ടവന് പിന്നാലെ പോയ ആയിരക്കണക്കിന് ആളുകളെ ഒരു കാലഘട്ടത്തിൽ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ സൗലായിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവന് പിന്നാലെ പോയതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആളുകളെ നിഷ്കരുണം പീഡിപ്പിച്ച ആളായിരുന്നു, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ക്രൂശിച്ചവനായിരുന്നു ഈ ശൗലെന്ന് പേർ വിളിക്കപ്പെടുന്ന പിന്നീട് പൗലോസ്ലീഹായി തീർന്ന വ്യക്തി. എന്നാൽ ദമസ്കോസിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ പോകുന്നതും ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന എല്ലാവരെയും നശിപ്പിച്ച് കളയണമെന്ന് തീരുമാനമെടുത്ത് അധികാരപത്രവും വാങ്ങി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് ദമസ്കോസിൻ്റെ പടിവാതിക്കലെത്തിയപ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ കർത്താവ് അവനെ കയറി പിടിച്ചു. നീ ഇനി ദമസ്കോസിലേക്ക് പോകുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായിട്ടാണ് നീ ഇനി ദമസ്കോസിലേക്ക് പോകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ചിട്ട്. പൗലോസ്ലീഹ ഒരു പ്രകാശം കണ്ടു, കുതിരപ്പുറത്ത് താഴെ വീണു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ എന്ന് വിളിക്കുന്നൊരു ശബ്ദം. ശൗല് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: നീ ആരാകുന്നു കർത്താവേ? അല്ലേ? ശൗലേ എന്ന ഒറ്റ വിളിയിൽ വിളിച്ചവൻ വിശ്വസ്തനായ കർത്താവാണെന്ന് പൗലോസ്ലീഹായ്ക്ക് ശൗലിന് ബോധ്യം കിട്ടി. വിളിച്ചവൻ മറ്റാരുമല്ല, എന്നെ വിളിച്ചവൻ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവാണ്. കർത്താവിൻ്റെ മറുപടി എന്താ? നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാൻ. പൗലോസ്ലീഹ യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? പൗലോസ്ലീഹ ഈ കാലഘട്ടത്തിൽ ആകുമ്പോഴേക്കും യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയിരുന്നു. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശുക്രിസ്തു പോയിരുന്നു. അതിനെല്ലാം ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷമാണ് പൗലോസ്ലീഹ ഈ ക്രൈസ്തവ മതവിശ്വാസത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അല്ല പീഡിപ്പിച്ചത്, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു പറയാണ്, നീ എന്നെയാണ് പീഡിപ്പിച്ചത്. നോക്കി, യേശു
ആ ക്രിസ്ത്യാനികളുടെ മുഴുവൻ, പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ മുഴുവൻ പ്രതിനിധിയായി, അല്ലെങ്കിൽ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവനായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവനായി പൗലോസ് ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ പീഡിപ്പിച്ച ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കുന്ന യേശുവിനെയാണ് പൗലോസ് ശ്ലീഹായ്ക്ക് അല്ലെങ്കിൽ ശൗലിന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ എപ്രകാരം ക്രിസ്ത്യാനികൾക്ക് സാക്ഷ്യമായി നിന്നോ, അവരെ സംരക്ഷകനായി നിന്നോ, ഇനി എനിക്ക് പകരമായി നിൽക്കേണ്ടത് നീയാണ് എന്ന് പൗലോസ് ശ്ലീഹായിലെ ശൗലിനെ യേശു തമ്പുരാൻ വരമേൽപ്പിക്കുകയാണ്. ഇനി ഈ ക്രിസ്ത്യാനികളുടെ മുഴുവൻ സംരക്ഷകനായിട്ട് നീ മാറേണ്ടവനാണ്. നീ ഒരു ക്രിസ്ത്യാനിയെപ്പോലും പീഡിപ്പിക്കേണ്ടവനല്ല, മറിച്ച് നീ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവനാണെന്ന് കർത്താവ് പൗലോസ് ശ്ലീഹായെ അല്ലെ ശൗലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ക്രിസ്തു പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തൻ്റെ ജീവിതത്തിൽ അവൻ പൂർണ്ണമായി നിറവേറ്റുന്നതിനിടയ്ക്ക് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി വെക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തീരുമാനം അതാണ്. സ്തെഫാനോസ് സഹോദര കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ സ്തെഫാനോസ് സഹോദരയുടെ ആ രക്തസാക്ഷി മരണത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ് ഈ ശൗലെന്ന് പറയുന്ന പൗലോസ് ശ്ലീഹ. അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടാകും, ഇല്ലേ, ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി എന്തിന് ഇത്രയും ആളുകൾ ഇത്രമാത്രം കഷ്ടതകളും ത്യാഗങ്ങളും സഹിക്കുന്നു? ചിന്തിച്ചു നോക്ക്. ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എന്തിന് കഷ്ടതകളും ത്യാഗങ്ങളും സഹിക്കണം? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യം എന്ന് പറയുന്ന അനുഭവത്തെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു പൗലോസ് ശ്ലീഹായുടെ കാലഘട്ടമെന്ന് പറയുന്നത്. അവർ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രക്ഷകൻ വരുന്നത് ഒരു അഭിഷിക്തനായി വരുന്ന മനുഷ്യൻ ഒരു രാജാവായി, അല്ലെങ്കിൽ ഭൂമിയിൽ ഇസ്രായേലിനെ ഭരിക്കുന്ന ഭൂമിയിൽ രാജാവായിട്ട് വരുമെന്നായിരുന്നു ഈ ഇസ്രായേൽ ജനത്തിൻ്റെ, യഹൂദജനത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന ഒരനുഭവത്തെക്കുറിച്ച് കാര്യപ്രസക്തമായിട്ടുള്ള ചിന്തകളൊന്നും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, സദൂക്യരെക്കുറിച്ച് പഠിപ്പിക്കുന്ന എന്താണ്? പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവരായിരുന്നു സദൂക്യരെന്ന് പറയുന്നത്. പരീശന്മാർക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ടായിരുന്നു പുനരുത്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുള്ള യഹൂദ സമുദായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് അത്രമാത്രമേ ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെ കാലഘട്ടത്തിലാണ് ഈ ക്രിസ്ത്യാനികൾ ആ ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവാകുന്ന ക്രൂശിക്കപ്പെട്ടവരെ പിന്നാലെ പോയത്. അപ്പോൾ പൗലോസിനെ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനു വേണ്ടിയാണ് ഈ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? ഉയർത്തെഴുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തകളൊന്നും പൗലോസ് ശ്ലീഹായ്ക്കില്ല. അവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന് മാത്രമേ ചിന്തയുള്ളൂ. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട പൗലോസ് ശ്ലീഹ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവൻ മാത്രമല്ല, അവൻ മരിച്ചവൻ മാത്രമല്ല, അവൻ അടക്കപ്പെട്ടവൻ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവൻ കൂടി ആണ്. ഇന്നും ജീവിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോയതെന്ന് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു ബോധ്യം ലഭിക്കുകയാണ്. എപ്പോൾ? യേശുക്രിസ്തു എപ്പോഴാണോ പൗലോസ് ശ്ലീഹായെ ദമസ്കോസിന് പടിവാതിക്കൽ വെച്ച് പിടിച്ചുവോ ആ നിമിഷം യേശു വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പൗലോസ് ശ്ലീഹയ്ക്ക് മനസ്സിലായി, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനാണ്. അവൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അവൻ്റെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പൗലോസ് ശ്ലീഹായ്ക്ക് ബോധ്യം ലഭിക്കുകയാണ്. മറ്റ് ആരുടെ പിന്നാലെ പോയാലും, ആരുടെ വചനങ്ങൾ കേട്ടാലും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പൗലോസ് ശ്ലീഹ മനസ്സിലാക്കുകയാണ്, ഈ കർത്താവിൻ്റെ പിന്നാലെ പോയാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഈ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ എന്ന് ഒരു തീരുമാനം പൗലോസ് ശ്ലീഹ ജീവിതത്തിൽ എടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ 24-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ പൗലോസ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. കൊലോസ് ലേഖനം 1:24, യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ ഏതെങ്കിലുമൊക്കെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുകയാണെന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ടും അവിടെ പറഞ്ഞു വെക്കുകയാണ്. കൊലോസ് ലേഖനം 1:24.
മിശിഹായിലുള്ള കഷ്ടതകളിൽ, അതിൽ മിശിഹായിയുടെ കഷ്ടതകളിൽ ഏതെങ്കിലും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ എൻ്റെ ശരീരം കൊണ്ട് ഞാനത് തികയ്ക്കുകയാണ്. നമുക്ക് പൗലോസ് പറയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് നമുക്കൊക്കെ അറിയാം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിലും കർത്താവിൻ്റെ മരണത്തിലും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ പൗലോസ് ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കുറവ് എൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണമെന്ന് അറിയാമോ? ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നാൾ മുതൽ പൗലോസ്ലീഹ അനുഭവിച്ച ഒരു സ്വർഗീയ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊന്നൊടുക്കിയപ്പോൾ, പീഡിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പൗലോസ്ലീഹയുടെ മനസ്സ് പലപ്പോഴും വിഷാദിച്ചിട്ടുണ്ടാകാം, ദുഃഖിച്ചിട്ടുണ്ടാകാം. എന്തിനു വേണ്ടി ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടുന്നുവെന്ന് എപ്പോഴെങ്കിലും പൗലോസ്ലീഹ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി, അതെ, ഈ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് വേണ്ടി ജീവിക്കേണ്ടവനാണ് ഞാൻ. ആ ക്രിസ്തു അനുഭവിച്ച കഷ്ടതകളിൽ ഏതെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുവാൻ തയ്യാറാണെന്ന് അപ്പോസ്തലൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലൻ കടന്നുപോയ വഴികളെക്കുറിച്ച് 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടതകളിൽ വന്ന കുറവ് തൻ്റെ ശരീരത്തിൽ നികത്തുവാനായിട്ട് പൗലോസ്ലീഹ ശ്രദ്ധിച്ചു. വീണ്ടും ഒരു വാക്യം കൂടി വായിക്കാം. ഗലാത്യ ലേഖനം 6:14 പൗലോസ്ലീഹ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 6:14, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കുവാൻ എനിക്ക് ഇടയാകാതെ പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കുവാൻ എനിക്ക് ഇടയാകാതെ പോകട്ടെ. പൗലോസ് പറയാണ്, എനിക്ക് പ്രശംസിക്കുവാൻ കർത്താവിൻ്റെ കുരിശ് മാത്രമേ ഉള്ളൂ. എനിക്ക് പ്രശംസിക്കുവാൻ എൻ്റെ കഴിവുകളോ, എൻ്റെ അധികാരങ്ങളോ, എൻ്റെ സ്ഥാനമാനങ്ങളോ, എൻ്റെ പാരമ്പര്യങ്ങളോ, എൻ്റെ വിശ്വാസങ്ങളോ ഒന്നുമല്ല. ഞാൻ നേടിയ അനുഭവ സമ്പത്തല്ല. ഗമാലിയലിന്റെ ശിഷ്യനായി ന്യായപ്രമാണം മുഴുവനും പഠിച്ചു എന്നുള്ള എൻ്റെ അഹങ്കാരമല്ല. എനിക്ക് പ്രശംസിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവനാണ് പൗലോസ്ലീഹ. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തേ പൗലോസ്ലീഹ ഈ കുരിശിൽ ഇത്രമാത്രം ആശ്രയിച്ചു? എന്തുകൊണ്ട് പൗലോസ്ലീഹ ഈ കുരിശിൽ ഇത്രമാത്രം ഏറ്റുപറഞ്ഞു? പ്രിയമുള്ള സഹോദരങ്ങളെ, 1 തീമോത്തിയോസ് 1:15 ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തീമോത്തിയോസ് 1:15, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാണ് എന്നുള്ളത് വിശ്വസനീയവും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത് ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? പാപികളെ രക്ഷിപ്പാൻ യേശു ഭൂമിയിൽ വന്നു എന്നുള്ളത്. അപ്പോൾ പൗലോസ്ലീഹ എന്തുകൊണ്ട് കുരിശിൽ ആശ്രയിച്ചു? എന്തുകൊണ്ട് പൗലോസ്ലീഹ കുരിശിനെക്കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ സംസാരിച്ചു? അതിന് കാരണം എന്താണ്? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. മനുഷ്യപുത്രൻ മനുഷ്യനായി പിറന്നതും ഈ ലോകത്തിൽ 33 വർഷക്കാലം ജീവിച്ചതും ഒടുവിൽ കഷ്ടതകളും ത്യാഗങ്ങളുമൊക്കെ സഹിച്ച് മരിച്ചതും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നതും നീതിയോടെ ന്യായം വിധിക്കാൻ വേണ്ടി വീണ്ടും വരുന്നതും പാപികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് പൗലോസ്ലീഹ ഈ കുരിശിനെ ഏറ്റുപറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വിധിക്കപ്പെടുന്നതാണ് കുരിശുമരണം. ഒരു വാക്യം വായിക്കാമോ?
ആവർത്തന പുസ്തകം 21:23. മരണകരമായ കുറ്റം ചെയ്യുന്നവന് വിധിക്കപ്പെടുന്നവനാണെന്ത്? ക്രൂശ് മരണമെന്ന് പറയുന്നു. എന്താ മരണകരമായ കുറ്റം എന്ന് പറയുന്നത്? മരണകരമായ കുറ്റം എന്താ? മരണകരമായ കുറ്റം എന്ന് പറയുന്നത് വേറെ ഓപ്ഷൻ ഇല്ല. ജീവപര്യന്തമല്ല, 6 മാസത്തെ കഠിനടവല്ല, 2 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതല്ല, 10 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതല്ല. മരണകരമായ കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ പാപത്തിന് മരണമല്ലാതെ മറ്റൊരു ശിക്ഷയും വിധിക്കപ്പെടാനായിട്ടില്ല. അതാണ് മരണകരമായ പാപം എന്ന് പറയുന്നത്. നമുക്കറിയാം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്. മരണകരമായ പാപമുണ്ട്, മരണകരമല്ലാത്ത പാപവും ഉണ്ട്. ഉണ്ടോ? മരണകരമായ പാപം ഉണ്ടെങ്കിൽ മരണകരമല്ലാത്ത പാപമുണ്ട്. എന്നാൽ റോമലേഖനം 6:21 പറയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഏത് പാപത്തിനും മരണകരമായ ശിക്ഷയുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിലൂടെ ശിക്ഷകൾ ഇളവ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. അതല്ലേ പഠിപ്പിക്കുന്ന വേദപുസ്തകം? അല്ലെങ്കിൽ നമ്മളൊക്കെ ലോകത്ത് ജീവിച്ചിരിക്കുമോ? എന്തെല്ലാം പാപങ്ങളാണ് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതും ഇനിയും ചെയ്യാൻ സാധ്യതയുള്ളതുമായ എത്രയോ പാപങ്ങളാണ് ജീവിതത്തിലുള്ളത്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം മരിച്ചു കഴിഞ്ഞവരാണ്. എന്നാൽ മരിക്കാതിരിക്കുന്നത്, ആത്മാവിൽ ഇപ്പോഴും കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ചൈതന്യമുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രം സാധ്യമായതൊന്നാണ് പാപികളുടെ രക്ഷ എന്ന് പറയുന്നത്. അവ കുരിശിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണെന്ന് ആവർത്തന പുസ്തകം രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. മരണകരമായ പാപം ചെയ്യുന്നവന് വിധിക്കപ്പെടുന്നതാണ് മരണശിക്ഷ. ഗലാത്യ ലേഖനം 3:13. മശിഹ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങുകയും താൻ തന്നെ നമുക്ക് വേണ്ടി ശാപമായി തീരുകയും ചെയ്തു. മരത്തിൽ തൂക്കപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്ത് അല്ലേ? തിരുവെഴുത്ത് അങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പാപം ചെയ്യുന്നവൻ മരണത്തിന് അർഹനാണ്. മരണകരമായ പാപത്തിൻ്റെ ശിക്ഷയാണ് ക്രൂശ് മരണമെന്ന് പറയുന്നത്. യേശുക്രിസ്തു അത് തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ക്രൂശിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? പാപിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാണ്. യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. അവൻ ക്രൂശ് സ്വീകരിച്ചത്, ആ ക്രൂശ് എന്ന് പറയുന്നത് മരണകരമായ പാപം ചെയ്യുന്നവന് വിധിക്കപ്പെടുന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടാകും ഇല്ലേ? ജീവിതത്തെ നശിപ്പിച്ച് കളയണമെന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച കുറച്ച് പേരെങ്കിലുമൊക്കെ ഈ ആലയത്തിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാകും. ചില സമയത്ത് ജീവിതം വേണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്ത ഇങ്ങനെ പറയുക. ഈ ശരീരം ദൈവത്താൽ രൂപപ്പെട്ടതാണ് ഇല്ലേ? യെശയ്യാ പ്രവാചന പുസ്തകം 43:1 പറയുന്നുണ്ട്, യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തിയവനുമായ കർത്താവ് നിന്നോട് അരുളി ചെയ്തു. അപ്പോൾ നമ്മെ രൂപപ്പെടുത്തിയവൻ സ്വർഗത്തിലെ ദൈവമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ ദൈവം രൂപപ്പെടുത്തിയത്? ഇത് ഞാൻ സ്വയം നശിപ്പിക്കുവാനുള്ള ഒരു ശരീരമല്ല, മറിച്ച് ദൈവം എന്നിൽ നിറച്ചിരിക്കുന്ന ആത്മാവിൻ്റെ സംരക്ഷണമായി ദൈവം രൂപപ്പെടുത്തിയ ശരീരമാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നു. ശരീരത്തെ ദൈവം രൂപപ്പെടുത്തി. ഈ ശരീരത്തെ ദൈവം രൂപപ്പെടുത്തി എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ ഇതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറന്നു പോകരുത്. ആത്മാവില്ലാതെ ഒരു ശരീരത്തിനും നിലനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ദൈവം ഓരോ ശരീരത്തിലും ആത്മാവിനെ രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരമെന്ന് പറയുന്നത് ആത്മാവിന് താമസിക്കുവാനുള്ള ഇടമായിട്ടാണ് ദൈവം രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 6:10 പറയുന്നുണ്ടല്ലേ, ദൈവത്തിൻ്റെ കൂടാരം ആ ശരീരത്തെ നശിപ്പിക്കുന്ന ദൈവവും നശിപ്പിക്കും. കാരണം
ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന. അപ്പോൾ ചിന്തിച്ചു നോക്ക്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ശരീരം, ഒരു കൂടാരമാണ് എൻ്റെ ശരീരമെങ്കിൽ ഞാൻ ഈ ശരീരത്തെ എത്രയോ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്നറിയോ, ഈ ശരീരം ജീവനോടിരിക്കുന്നത് ഇതിലൊരാത്മാവുള്ളത് കൊണ്ടാണ്. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ശരീരം ആത്മാവ് പോയി എന്നാണ്. ആത്മാവ് പോകാത്തിടത്തോളം കാലം ഞാൻ ജീവനുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ ലോകത്ത് ഒരു മനുഷ്യനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലുമുള്ള അവകാശമില്ല. അതായത് മനുഷ്യ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ പാടില്ല. അതിന് മനുഷ്യന് അവകാശമില്ല. കാരണം ഇതിനകത്തൊരു ആത്മാവ് ദൈവം ഊതിക്കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവൻ, ശരീരം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നതല്ല നമ്മുടെ ജീവൻ. ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതല്ലേ നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവനെ തന്നെ നിങ്ങൾ ഭയപ്പെടുവിൻ. ശരീരത്തെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം അവന് അധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവന് ഭയപ്പെടണം. അതാരാണ്? ദൈവമാണ്, യേശുക്രിസ്തുവാണ്. ശരീരത്തെയും ആത്മാവെയും ഒരുപോലെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവൻ അവനാണ്. അവന് മാത്രമേ അതിന് സാധിക്കൂ. ശരീരത്തെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കും. ഒരു വ്യക്തി ആത്മഹത്യ ശരീരത്തെ നശിപ്പിക്കാൻ സാധിക്കും, പക്ഷേ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഒരു മനുഷ്യൻ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നശിക്കുന്നത് എന്താണ്? ആത്മാവാണ്. അതുകൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. എന്താ അറിയോ? നമ്മൾ പാപികളാണെന്നൊരു ബോധ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിട്ട് ഈ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി പിറന്ന യേശുക്രിസ്തുവല്ലാതെ, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു ഉത്തമമായ ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഞാൻ പാപം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഞാൻ പാപം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എൻ്റെ പാപത്തെ പ്രതി മരിച്ചൊരു കർത്താവുണ്ട്. അവൻ ക്രൂശിൽ തൂങ്ങി മരിച്ചവനാണ്. പൗലോസ് അതുകൊണ്ട് എടുത്തു പറയുന്നത്, ആ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. തീരുമാനം അതാണ്. കാരണം യേശു ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തെ പ്രതിയാണ്. പൗലോസ് ചെയ്ത പാപങ്ങളെക്കുറിച്ച് അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്. എത്രയോ പാപങ്ങളാണ് ചെയ്തു കൂട്ടിയത്, എത്രയോ ആളുകളെയാണ് കൊലയ്ക്ക് കൊടുത്തത്, എത്രയോ ആളുകളെയാണ് നിഷ്കരണം അദ്ദേഹം പീഡിപ്പിച്ചത്, കൂട്ടുനിന്നത്. അധികാരപത്രവുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ പൗലോസ്ലീഗയുടെ മനസ്സിൽ പിന്നീട് കുറ്റബോധമുണ്ടായി. യേശുക്രിസ്തു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു പാപിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ പാപിയായ മനുഷ്യൻ ഞാനാണെന്ന് കുറ്റസമ്മതം നടത്തിയിട്ട് പൗലോസ്ലീഗ ആ കുറ്റത്തെ ഏറ്റുപറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്: എനിക്ക് ഈ ക്രൂശിലല്ലാതെ മറ്റെന്തിൽ എനിക്ക് പ്രശംസിക്കുവാൻ സാധിക്കും? ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എനിക്ക് ആരെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും? ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടും നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരാണെന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ് ശുദ്ധം ചെയ്ത് മയക്കിയത്? ആരാണ് നിങ്ങൾക്ക് മറ്റൊരു സുവിശേഷത്തെ പറഞ്ഞു തന്നത്? ഞാൻ പറഞ്ഞ സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അതും ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന് വിരുദ്ധമായി ആരാണ് നിങ്ങളോട് മറ്റൊരു സുവിശേഷത്തെ പ്രസംഗിച്ചത്? അവൻ മാലാഖയാണെങ്കിലും മറ്റൊരുവനാണെങ്കിലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പൗലോസ് വ്യക്തമായിട്ടും ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, പൗലോസ് ലീഗ ഏറ്റുപറഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത്, എനിക്ക് വിശ്വാസമുള്ളത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിലാണ്. അവനെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേൻഭവിക്കാൻ എനിക്കിടയാകാതെ പോകട്ടെ. നോക്ക്, ഈ ക്രൂശിനെക്കുറിച്ച ചിന്തകൾ വീണ്ടും ശക്തമായിട്ട് വരുന്നത് ക്രൈസ്തവ ചരിത്രത്തിലാണ്. ആദ്യ കാലഘട്ടം, ക്രൈസ്തവ സഭയുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് പീഡനങ്ങളുടെ കാലഘട്ടമാണ്. 1, 2, 3 നൂറ്റാണ്ടുകൾ. ക്രിസ്തുവിൻ്റെ കാലം മുതൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തല കാലഘട്ടത്തിലും അപ്പോസ്തല ശിഷ്യ കാലഘട്ടത്തിലും ഏകദേശം 300 വർഷക്കാലം സഭയുടെ പീഡനങ്ങളുടെ കാലഘട്ടമായിരുന്നു. എവിടെയാണ് ഈ പീഡനങ്ങൾ അവസാനിക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ്
പീഡനങ്ങൾക്ക് ഒരു അറുതി സംഭവിക്കുന്നത് പിന്നീട് കാലത്തിന് ശേഷം പിന്നീട് പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റോമാ ചരിത്രത്തിൽ ഈ പീഡനങ്ങളെല്ലാം അവസാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാ കാലഘട്ടം, ഏതാ സാഹചര്യം. കുസ്തന്തീനോസ് ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് വന്നു. അതിനു മുമ്പുള്ള നീറോ, വെസ്പേഷ്യൻ, ഡൊമീഷ്യൻ, കലിഗുള, ഡൊമീഷ്യൻ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ചക്രവർത്തിമാർ, രാജാക്കന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുവെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധം ചെയ്ത് തോറ്റു മടങ്ങി. അദ്ദേഹം പരാജയ ഭീതിയിൽ ഇനി ആത്മഹത്യ മാത്രമേ തൻ്റെ മുമ്പിലുള്ളെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ദർശനം ആകാശത്തിലുണ്ടായി. നമുക്ക് പൗലോസ്ലിഹായെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഈ കുസ്തന്തീനോസ് ചക്രവർത്തി ജീവിതത്തിലും സംഭവിക്കുകയാണ്. ദൈവം കുസ്തന്തീനോസ് ചക്രവർത്തിയിലൂടെ ഒരു മാറ്റം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. യേശു ഇടപെടുന്നു ചരിത്രത്തിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ പീഡനങ്ങളുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട കർത്താവ് ഇടപെടുന്നു എന്ന് ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ആകാശവിധാനത്ത് ദൈവമായ കർത്താവ് ക്രൂശടയാളം കാണിച്ചു കൊടുത്തത്. ഹല്ലേലൂയ അല്ലേ? ദൈവം ഇടപെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ചിന്തിച്ച് നോക്ക്, ഒരുപാട് കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇടപെടുന്ന സമയമുണ്ട്. നമ്മളിങ്ങനെ കഷ്ടതകളിൽ പോവുകയാണ്. അപ്പോൾ 2 വർഷം 3 വർഷമായി ആൾ ചിന്തിക്കുകയാണ്, അയ്യോ ഇതിങ്ങനെ നീണ്ടു നിൽക്കുമോ? നിങ്ങളൊന്നും പരിഭ്രമിക്കേണ്ട. ഈ ദൈവം ഇടപെടുന്ന ചില സമയങ്ങളുണ്ട്. 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെടുകയാണ് ക്രൈസ്തവ ചരിത്രത്തിൽ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ആകാശവിധാനത്ത് ഒരു കുരിശ് അടയാളം കാണുകയാണ്. എന്നിട്ടൊരു എഴുത്തും കൂടി കണ്ടു, നീ ഇതിനാൽ ജയിക്കും. നീ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുക, നിന്റെ ജീവിതത്തിൽ നീ പരാജിതനാണ്. പക്ഷേ നിനക്ക് ജയിക്കാൻ, നിനക്ക് മുൻപോട്ട് ധൈര്യത്തോടെ പോകാൻ, നിനക്ക് മുൻപോട്ട് സാക്ഷ്യമായി തീരാൻ നിനക്ക് ഞാൻ നൽകുന്ന അടയാളം എന്ന് പറയുന്നത് ഞാൻ ക്രൂശിക്കപ്പെട്ട കുരിശാണ് എന്ന് പറഞ്ഞ് ആകാശവിധാനത്ത് ദൈവമായ കർത്താവ് ഒരു കുരിശടയാളം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് കുരിശിൻ്റെ പ്രസക്തി ക്രൈസ്തവ ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. സംഭവിച്ചെന്താണ്? പിറ്റേ ദിവസം കുസ്തന്തീനോസ് ചക്രവർത്തി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. എല്ലാ രഥങ്ങളിലെയും കൊടിയടയാളം കുരിശാക്കി വെച്ചു. യേശു പറയാണ്, ഈ കൊടിയടയാളം കൊണ്ട് നിനക്ക് വിജയിക്കാൻ സാധിക്കും. പരാജയപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ ഇടപെടുകയാണ്, കുരിശടയാളമായിട്ട്. അങ്ങനെ ഇദ്ദേഹം എല്ലാ രഥങ്ങളിലെയും കൊടി ഇങ്ങനെ ഉയർത്തിക്കെട്ടി, അല്ലേ? നേരത്തേക്കാൾ കുറച്ചുകൂടി ഉയരത്തിൽ കൊടി ഉയർത്തിക്കെട്ടി. അതിലടയാളം എന്താണ്? കുരിശിൻ്റെ അടയാളം. ആർക്ക് വേണമെങ്കിൽ കുരിശ് വരയ്ക്കാം, അല്ലേ? അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും കുരിശ് വരയ്ക്കാം, അതാണ് കുരിശിൻ്റെ പ്രത്യേകത. കുരിശ് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. എവിടെ? നെറ്റി വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, പൈല് വരയ്ക്കാം, പേപ്പറിൽ വരയ്ക്കാം, എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അതാണ് കുരിശിൻ്റെ പ്രത്യേകത. എവിടെയും വരയ്ക്കാൻ പറ്റുന്നത് കുരിശാണ്. കാരണം എന്താ അറിയോ? ഇത് രക്ഷകൻ ക്രൂശിക്കപ്പെട്ട കുരിശാണ്. രക്ഷ, ഇത് രക്ഷയാണ്. ഈ കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത് രക്ഷയാണ്. ഇപ്പം ഞാൻ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ഒരു സംരക്ഷണ വലയം തീർക്കുകയാണ്. എന്തിലൂടെ? കുരിശിലൂടെ. ഇങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ എനിക്ക് മുമ്പിൽ ഒരു കുരിശിൻ്റെ ഒരു സംരക്ഷണ വലയമുണ്ട്. കുസ്തന്തീനോസ് ചക്രവർത്തി മനസ്സിലാക്കി, ഈ കുരിശടയാളം, ഉയർത്തിക്കിട്ടിയ കുരിശടയാളമാണ് ഇനി എൻ്റെ രക്ഷ. യുദ്ധത്തിന് പോയി അദ്ദേഹം ജയിച്ച് ഇത് ചരിത്രം പറയാം, ജയിച്ച് തിരിച്ചു വന്നു. ഇത് റോമാ ചരിത്രത്തിൽ പറഞ്ഞു വെച്ച കാര്യമാണ്. അദ്ദേഹം കുരിശടയാളം കൊടികളിൽ പതിപ്പിച്ചു. ആ കുരിശടയാളത്താൽ അദ്ദേഹം വിജയിച്ച് തിരിച്ചു വന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്താണ്? ക്രൈസ്തവ മതത്തെ ഔദ്യോഗിക മതമായി, ഒഫീഷ്യൽ റിലീജിയനായിട്ട് അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഇനി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. ഞായറാഴ്ച ദിവസം അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ 313 അദ്ദേഹം മിലാൻ വിളംബരം പ്രഖ്യാപിച്ചു. നമ്മുടെ സൺഡേ സ്കൂൾ പുസ്തകത്തിലും ഇതുപോലെ നമ്മളൊക്കെ പഠിക്കാം. മിലാൻ വിളംബരം 313 AD 313. എന്താ കാരണം? കുരിശടയാളം കൊടിയടയാളമായി സ്വീകരിച്ച് യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഈ കുരിശ് മാത്രമേ എനിക്ക് രക്ഷയായിട്ടുള്ളൂ എന്ന ഒരു ഉത്തമമായ ബോധ്യം ഈ കുസ്തന്തീനോസ് ചക്രവർത്തിക്കുണ്ടാകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കുരിശിൻ്റെ ചരിത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നീട് കാലം കഴിയുമ്പോൾ
324 അല്ലെ 323-24 കാലഘട്ടത്തിൽ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലീന രാജ്ഞി യേശുക്രിസ്തുവിനെ കുരിശ് കണ്ടെടുത്തതായിട്ട് നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്ലീബാ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. സ്ലീബാ പെരുന്നാൾ അങ്ങനെ ഈ കുരിശ് കണ്ടെടുത്തതായിട്ട് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ കുരിശിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി അതിലൂടെ കൊണ്ടുപോയ ഒരു മൃതശരീരത്തെ കുരിശിൽ തൊടിയിച്ചപ്പോൾ 3 കുരിശ് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അത് 1-ലും 2-ലും തൊട്ടപ്പോൾ ആ മരിച്ചവനെ പോലെ കിടന്നു. 3-മത്തെ കുരിശ് യേശുവിൻ്റെ കുരിശായിരുന്നു. ആ കുരിശിന്മേൽ ഈ മൃതൻ്റെ ശരീരം സ്പർശിച്ചപ്പോൾ മൃതൻ ഉയർത്തെഴുന്നേറ്റ്. നമുക്ക് രക്ഷ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ, ജീവൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ. ആ മനുഷ്യൻ ജീവിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞ ക്രൂശ് അല്ലേ, അദ്ദേഹം പറയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ വഹിക്കാനിടയാകാതെ പോകട്ടെ. കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് ഞാൻ അഭയപ്പെടുന്നത്. നമുക്ക് മരണം വരെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പാതയിൽ നിന്ന് ഒരടി മാറാനായിട്ട് പൗലോസ്ലീഹ ശ്രമിച്ചില്ല. എന്താ ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? കഷ്ടതകളും ത്യാഗങ്ങളുമാണ്. മനുഷ്യജീവിതത്തിൽ കഷ്ടതകളും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഈ കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ വരുമ്പോൾ നിൻ്റെ നെറ്റിമേലൊരു കുരിശ് വരയ്ക്ക്. കുരിശ് രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ ചിഹ്നമാണ്. പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞത്, എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പ്രശംസിക്കാനില്ല, മറ്റൊന്നിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. അതുകൊണ്ടാണ് ഗലാത്യ സഭയോട് പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടാൻ വരച്ചു കാട്ടി തന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി? പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും യേശുക്രിസ്തു അല്ലേ പാപികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. പൗലോസ്ലീഹായെ സംബന്ധിച്ച് മാത്രമല്ല ഈ വേദഭാഗം പ്രസക്തം, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്തിന് മുഴുവൻ ഈ വാക്യങ്ങൾ പ്രസക്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അപ്പോൾ നമുക്ക് ചിന്തയുണ്ടാകണം, എൻ്റെ പാപങ്ങളെ പ്രതി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് എനിക്ക് സാധ്യമായ രക്ഷ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ്. നമ്മൾ ആരും ക്രൂശിനെ ഈ നമസ്കരിക്കാറൊന്നുമില്ല, നമ്മൾ ക്രൂശിനെ നമസ്കരിക്കാറില്ല. പിന്നെന്താണ്? ക്രൂശിലൂടെ സാധ്യമായ സ്വർഗീയ രക്ഷയാണ് നമ്മൾ ക്രൂശിലൂടെ കാണുന്നത് അല്ലേ. നമ്മൾ കുരിശ് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ക്രൂശിൽ തൂങ്ങി യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. കേവലം ഒരു മരമല്ല നമ്മൾ ക്രൂശിലൂടെ കാണുന്നത്, മറിച്ച് ആ ക്രൂശിൽ തൂങ്ങിയ യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ എന്താണ്? ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കുരിശ് നമ്മുടെ രക്ഷയുടെ സിമ്പിളായിട്ട് മാറുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ അല്ലെങ്കിൽ നമ്മൾ ക്രൂശിനെ എങ്ങനെ ബഹുമാനിക്കുമോ ആദരിക്കുമോ? ഇല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്, വേറെ ആരും കള്ളന്മാർ രണ്ടുപേരും ക്രൂശിക്കപ്പെട്ടത് കൊണ്ടല്ല അല്ലേ, മറ്റാരും ക്രൂശിക്കപ്പെട്ടത് കൊണ്ടല്ല, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ക്രൂശിനെ നമ്മൾ ബഹുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും ക്രൂശിനെ ആരാധിക്കുകയല്ല, മറിച്ച് ക്രൂശിലൂടെ നമ്മൾ യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുക. കാരണം ക്രൂശിലൂടെയാണ് നമുക്ക് രക്ഷ സാധ്യമായത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ വിളിച്ചു പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ വഹിപ്പാൻ ഇടയാകാതെ പോകട്ടെ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രതി ഞാൻ സകലതും ഉച്ഛിഷ്ടം പോലെ എണ്ണുന്നു. എൻ്റെ യേശുക്രിസ്തുവിനെ ഞാൻ സകലതും ഉച്ഛിഷ്ടം പോലെ എണ്ണുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ എണ്ണുന്നു. എനിക്ക് യേശുക്രിസ്തു മാത്രം മതി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം. നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളിങ്ങനെ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്ത, അതായത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്കിനി മുൻപോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ അത് നേടിയെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച് നമ്മൾ നിരാശപ്പെട്ടു പോവുകയല്ല, മറിച്ച് ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, പ്രതിസന്ധികളെന്ന് പറയുന്നത് ജീവിതത്തിൽ അനിവാര്യമാണ്, അത് ഉണ്ടാകും, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടാകണം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, എന്നിട്ട് ചിന്തിക്കുക, അവൻ ക്രൂശിലാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ
കഷ്ടതകളും ത്യാഗങ്ങളുമൊക്കെ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനോളം ചേർത്ത് വയ്ക്കുമ്പോൾ എത്രയോ നിസ്സാരമാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും സാധിക്കണം. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവിലായിരിക്കണം, അല്ലേ? നമ്മളിങ്ങനെ പറയാറുണ്ട്, ഫൗണ്ടേഷണൽ ഫെയ്ത്ത്, അടിസ്ഥാനപരം വിശ്വാസം. ഞാനൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, അടിസ്ഥാനപരം വിശ്വാസം എന്ന് പറയുന്നത് രോഗം മാറുമെന്നോ പ്രതിസന്ധി മാറുമെന്നോ ദുഃഖം മാറുമെന്നോ ഒന്നുമല്ല. ഏറ്റവും അടിസ്ഥാന വിശ്വാസം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അടിസ്ഥാന വിശ്വാസം. ഈ അടിസ്ഥാന വിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും സാധ്യമാകുക. അല്ല രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നതല്ല, പ്രതിസന്ധി മാറുമെന്ന് വിശ്വസിക്കുന്നതല്ല, പ്രയാസങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നതല്ല. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലാണ് ഇതെല്ലാം മാറുക. മനസ്സിലാവും നിങ്ങൾ പറഞ്ഞത്? യേശുക്രിസ്തു വിശ്വാസത്തിൽ ഇതെല്ലാം മാറും. അപ്പോൾ കുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ രോഗം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കാം. പക്ഷേ അപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തുവിലായിരിക്കണം. യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെയാണ് കുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നാൽ എൻ്റെ രോഗം മാറുക എന്ന് ആദ്യം വിശ്വസിക്കണം. അടിസ്ഥാനപരമായ വിശ്വാസത്തിലാണ് മറ്റെല്ലാ വിശ്വാസങ്ങളും ഉണ്ടാകേണ്ടത്. പൗലോസ്ലീഹ ആ വിശ്വാസമുണ്ട്. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെൻ്റെ തീരുമാനമാണ്. പൗലോസ്ലീഹനെ പറഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിലാണ് പൗലോസ്ലീഹ ഈ കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പൗലോസ്ലീഹ കടന്നുപോയ വഴികളൊക്കെ അദ്ദേഹം അത് അനുഭവിച്ചത്, ജീവിതത്തിൽ അത് അനുഭവിച്ചത്. കൊളോസ് ലേഖനം 1:24 പറയുന്ന പോലെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൽ കുറവ് വന്നതൊക്കെ പൗലോസ്ലീഹ അത് തൻ്റെ ജഡത്തിൽ ശരീരത്തിൽ അനുഭവിച്ചത് ഈ കടന്നുപോയ വഴികളിലൂടെയാണ്. അതിനെല്ലാം സാധിച്ചത് പൗലോസ്ലീഹയുടെ വിശ്വാസം എന്താണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കണം എന്ന് പറഞ്ഞ് ഏത് പ്രതിസന്ധി വന്നാലും ക്രൂശിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുക. അപ്പോഴാണ് നമുക്ക് ഉയർപ്പിൻ്റെ ഒരു അനുഭവത്തേക്ക് വരാൻ സാധിക്കുക. ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? കഷ്ടതകളൊന്നുമില്ലാത്ത അനുഭവമാണ് ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റു, പിന്നെ കഷ്ടതകളില്ല. യേശുവിന് കഷ്ടതകളെ പിന്നെ ഉണ്ടായിട്ടില്ല, അല്ലേ? കഷ്ടതകളുടെ സൂചനകളൊക്കെ കാണിച്ചു കൊടുത്തു, കയ്യിലെ പാടുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കഷ്ടത അനുഭവിച്ചായിട്ട് വേദപുസ്തകം എവിടെയും പറയുന്നില്ല. യേശു ക്രിസ്തു ഒരു കഷ്ടതയിലൂടെയും കടന്നുപോയില്ല. കഷ്ടത ക്രൂശിൽ അവസാനിപ്പിച്ചു, എന്നിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോലെ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ആ ക്രൂശിലാണ് നമ്മുടെ അഭയമെങ്കിൽ തൊട്ടപ്പുറത്ത് 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. 3-ാം ദിവസം ഒരു ഉയർപ്പ് നമുക്കുണ്ട്. 3-ാം ദിവസം പ്രതിസന്ധികളിൽ നിന്ന് ഒരു മോചനം നമുക്കുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ക്രൂശിൽ ആശ്രയിക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അഭയപ്പെടുന്നവർക്ക്, ക്രിസ്തുവിൽ ജീവിതത്തെ ഭരമേൽപ്പിക്കുന്നവർക്ക് അപ്പുറത്ത് 3-ാം ദിവസം ഒരു ഉയർപ്പുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലീഹ വ്യക്തമായിട്ട് ഇതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കുന്നില്ല. എനിക്ക് പ്രശംസിക്കാൻ മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതിലൊന്നും ഞാൻ പ്രശംസിക്കുന്നില്ല. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, അല്ലെങ്കിൽ യഹൂദ മതത്തിൽപ്പെട്ടവൻ, ഞാൻ പരീശനായവൻ, ഞാൻ എന്തെല്ലാം ഗമാലിയൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ, ഇതെല്ലാം എനിക്ക് പ്രശംസിക്കാൻ വകയുള്ളതാണ്. പക്ഷേ എനിക്കതിലൊന്നും പ്രശംസിക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ കർത്താവിൽ മാത്രം മതി പ്രശംസ. അതുകൊണ്ട് പൗലോസ്ലീഹായെ പോലെ നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. നമുക്കപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരു ഉയർപ്പ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്.